എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഐ എം ഗോയിങ് ഫോർ വാക്കിംഗ് മോർണിംഗ്. ഒരു 6 അല്ലെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വാക്കിംഗ് എന്നുള്ളതാണ് എൻ്റെ ഒരു റുട്ടീൻ. ജസ്റ്റ് നോക്കാം. ഇവിടെ വാക്കിങ്ങിന് ഇപ്പം മോർണിംഗൊക്കെ നല്ല തണുപ്പാണ്. അപ്പം ജസ്റ്റ് വാക്കിംഗ് അല്ല, ഞാൻ സാധാരണ റണ്ണിങ്ങാണ് ചെയ്യാറുള്ളത്. ഇപ്പം ചെറിയൊരു ഗ്യാപ്പ് വന്നുകൊണ്ട് നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് വാക്കിംഗ് എന്ന രീതിയിൽ ചെയ്യുവാണ്. അപ്പം നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ നോക്കാം. ഇതെൻ്റെ ബാക്ക്ഗ്രൗണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി എൻ്റെ ഞാൻ വാക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഒരു പാർക്കാണ്. അപ്പോൾ പാർക്കിലാണ് കൂടുതൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് കാണുന്നത്. ജസ്റ്റ് ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് നമ്മൾ ഇപ്പം സ്റ്റേ ചെയ്യുന്നത്. വീണ്ടും ഒരു റീസ്റ്റാർട്ടാണ് ഇന്നപ്പം. അപ്പം ജസ്റ്റ് ഇന്ന് വാക്കിംഗ് ആക്കാമെന്ന് തീരുമാനിച്ചാണ് റീസ്റ്റാർട്ട് ആയതുകൊണ്ടിട്ട്. നാളെ തൊട്ട് ഞാൻ റണ്ണിങ്ങും അതുപോലെ തന്നെ എക്സസൈസിൻ്റെ കൂടുതൽ കാര്യങ്ങളും ചെയ്തു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഇതാണ്. ഞാൻ സ്ഥിരം വരുന്നൊരു പാർക്കെന്ന് വെച്ചാൽ അപ്പം ലൊക്കേഷൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു പട്ടിക്കുട്ടൻ. പിന്നെ ഇവിടുത്തെ കാവലാണ്. ഇപ്പം ഫ്രണ്ടിലേക്ക് ഇതാണ് ലൊക്കേഷൻ ഉണ്ട് പാർക്കിൻ്റെ. ലൊക്കേഷൻ ഫോർ പാർക്ക് ആൻഡ് ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് വാക്കിങ്ങും അതേപോലെ തന്നെ റണ്ണിങ്ങും ചെയ്യുന്നൊരു പാർക്ക് എന്ന് വെച്ചാൽ ലൊക്കേഷൻ. ഇത് ഏകദേശം നമുക്കൊരു റൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് കിട്ടും ഒരു റൗണ്ടിൽ തന്നെ. അതിൻ്റെ 2-3 റൗണ്ട് ഓടിയാൽ തന്നെ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു പാർക്കും കൂടെയാണ്. നല്ല മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു ഭംഗി എന്ന് വെച്ചാൽ. ഇതുണ്ടോ, ജസ്റ്റ് അത് കാണിക്കാം പാർക്കിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത്. ഇതാണ് പാർക്ക്. ഈ ഏരിയയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഏരിയ എന്ന് വെച്ചാൽ. അവിടെ നമുക്ക് ജിമ്മും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല മെയിൻറ്റെയിൻ ചെയ്യുവാണ് ഇവരിവിടെ. നല്ല വെട്ടി നിർത്തി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പാർക്കാണ്. കുറേ കിളികളും സൗണ്ടുകളും എല്ലാം കേട്ടുകൊണ്ട് നമുക്ക് രാവിലെ എക്സസൈസ് ചെയ്യാം. അപ്പം കുറച്ചുകൂടെ ഫ്രഷ്നെസ് ആണല്ലോ ഇവിടെ. അതാണ് മെയിനായിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ കാര്യം. ഓടാൻ അത്ര നല്ല ട്രാക്കൊന്നുമല്ല, പക്ഷെ എന്നാലും വർക്കൗട്ടും ജസ്റ്റ് ഫോർ നമുക്ക് ജിം അല്ലെങ്കിൽ നമ്മുടെ പ്രീ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ ഓടുക എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ പരിമിതി. എവിടെയാണെങ്കിലും ഓടുക എന്നുള്ളതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അവിടെയാണെങ്കിലും നമ്മൾ ഓടുക എന്നുള്ളതാണല്ലോ പരിമിതി എന്ത് തന്നെ ആയാലും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു പാർക്കും ഈ ഒരു സ്ഥലം നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ കുറച്ചുകൂടെ അടുത്താണ്, പെട്ടെന്ന് എത്താനും പറ്റും. കാലിനൊക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ടാകുമായിരിക്കും, പക്ഷെ എന്നാലും നമ്മളുടെ എക്സസൈസും കാര്യങ്ങളും ഡെയിലി നടക്കുമല്ലോ. കുറച്ചുകൂടെ അടുത്തായതുകൊണ്ടിട്ടും ആക്സസിബിളാണ് പെട്ടെന്ന്. അതുകൊണ്ടിട്ടാണ് ഇത് ചൂസ് ചെയ്ത കാര്യമല്ല. നമ്മളിപ്പോൾ വാക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ റണ്ണിങ് ആണെങ്കിലും നല്ല രീതിയിൽ പ്രീ വർക്കൗട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം പ്രീ വർക്കൗട്ട് എന്ന് വെച്ചാൽ വാമപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാമപ്പ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പിന്നെയുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പം ജസ്റ്റ് ഓടിത്തുടങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും നല്ല രീതിയിൽ വാമപ്പ് ചെയ്യുവാണെങ്കിൽ ഇടയ്ക്കുള്ള ആ ഒരു കാലിന് പിടുത്തം ഉണ്ടാവും, സ്ട്രെയിൻ ഉണ്ടാവും, കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഒരു സ്ഥിരം ഏരിയ തന്നെയാണ് ഇതിവിടെ. കൂടുതലും അധികം ആളൊന്നും ഉണ്ടാകത്തില്ല. കണ്ടോ, ഇതൊരു പാർക്ക് പോലെയാണ്, ജസ്റ്റ് പാർക്ക് തന്നെയാണ്. പിന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഇഷ്ടം തോന്നും ഈ ഏരിയനോട്. കുറച്ചുകൂടെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും ഇവിടെ. ചെടികളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഒതുക്കി വെച്ചേക്കുവാണ്. അപ്പം അതിൻ്റെ ഒരു ഭംഗി ഈ ഒരു പാർക്കിലുണ്ട് എപ്പോഴും. അതും ഒരു കാര്യം തന്നെയാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ളത്. വെൽ മെയിൻറ്റെയിൻഡ് ആയതുകൊണ്ടിട്ട് തന്നെ. പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെടികളും നല്ല രീതിയിൽ വളരാനുണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ ജിം ഏരിയ എന്ന് വെച്ചാൽ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ ജിം ഏരിയയിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വർക്കൗട്ട് ആണെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കിടന്നുകൊണ്ടുള്ള എക്സസൈസ്, ഇപ്പോൾ വയറിനുള്ളതാണെങ്കിലും അതെല്ലാം ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നിട്ടാണ്. ചില വീഡിയോസിലൊക്കെ കാണാൻ പറ്റും, പക്ഷേ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ക്ലാരിറ്റി കുറച്ച് കുറവാണ്. ഫോണിൽ ഭംഗിയാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് ഇവിടെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അത്യാവശ്യം നല്ല ചെടികളും വലിയ മരങ്ങളും. ഇവിടെ കാണുന്നൊരു മെയിൻ പരിപാടിയാണ് ഈ ഒരു സംഭവം. ഇതെന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തൊരു സെറ്റപ്പാണ്, എന്താണെന്ന് എനിക്കും അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളെന്തെങ്കിലും ചെറിയ രീതിയിൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ബദാം 2 വെള്ളത്തിലിട്ട് തലേദിവസം വെക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഈന്തപ്പഴമാണെങ്കിലും ജസ്റ്റ് ഒരു പഴം, ബനാന, നമ്മുടെ ചിങ്ങൻ പഴമൊക്കെയില്ലേ, അത് ജസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കും. ഒരു എനർജി കൂടെയാണല്ലോ. കൂടുതലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുള്ളൂ. ഇപ്പം ബദാം അല്ലെങ്കിൽ ഈന്തപ്പഴം 2 ഡെയിലി കഴിക്കുന്നത് ഇൻസ്റ്റൻറ്റ് എനർജിക്ക് വേണ്ടി നല്ലതാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക.
പിന്നെ ഷൂവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഏത് ഷൂ ആണ് നല്ലത്, ഏതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഓൾറെഡി ചെയ്തിട്ട് ഒന്നുകൂടി ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനത് ചെയ്ത് കാണിച്ചിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഷൂ ഏതാണെന്നും കൂടെ കാണിച്ചത്. എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും ക്വിറ്റ് ചെയ്തിരുന്നാൽ മതി. ക്വിറ്റ് മീൻസ് നമ്മളിപ്പം വാക്കിങ്ങിന് ഇറങ്ങുവാണെങ്കിലും മടി എന്നുള്ളൊരു സാധനം നമ്മൾ മാറ്റി വെച്ചിട്ട് ഇറങ്ങാൻ. എല്ലാ ദിവസവും ഇത് കണ്ടിന്യൂ ചെയ്യണം. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും വലിയ പ്രധാനം എന്ന് വെച്ചാൽ. അപ്പോൾ കൺസിസ്റ്റൻസി ഇല്ല എന്ന് വെച്ചാൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിഞ്ഞു നോക്കരുത്. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗത്തേക്ക് മാറ്റിയേക്കണം ഇതിനെ. അപ്പം അങ്ങനെ ചെയ്ത് തുടങ്ങുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനൊക്കെ അങ്ങനെ ആക്കിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രമിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ലല്ലോ.